ഇന്നയോളം എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതിയായവൻ. എന്റെ ആവശ്യങ്ങളറിഞ്ഞു ആകാശത്തിൻ കീഴി വാതിൽ തുറന്ന് എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര നല്ലവൻ. എല്ലാം സമൃദ്ധിയായി നൽകിടുന്ന എന്റെ യേശു എത്ര മനോഭാര മനോവേദനയാൽ നിറഞ്ഞ് മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ എന്റെ യേശു എത്ര ഇന്നയോളം എന്നെ എത്ര പേര് ചേർന്ന് പറയും. ഇന്നയോ എന്നെ പുലർത്തി എന്റെ യേശു എത്ര നല്ലവൻ. അവനെന്നുമെന്നും മതി. എന്റെ യേശു എത്ര നല്ല. യേശുവെ നോക്കി പറയാമോ? അവനെന്നുമെന്നും എന്റെ യേശു വന്നിടുമ്പോ തീരുമാർവോ അണഞ്ഞിടും ഞാൻ. പോയപ്പോ താൻ വേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ. പോയപ്പോ താൻ വേഗം വരും എന്റെ യേശു എത്ര നല്ലവൻ. എന്റെ യേശു എത്ര നല്ലവൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബിൽ നമ്മുടെ മീറ്റിംഗ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് പേര് ഇന്ന് ലൈവിൽ മീറ്റിങ്ങിനുണ്ട് നമ്മോടൊപ്പം. ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നും നമ്മോട് ഒരുമിച്ച് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു. അവരെല്ലാം പ്രെയർ റിക്വസ്റ്റ് ലൈവായിട്ട് നമുക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടെ കുടുംബ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടെ വിസയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അവിടെ ജോലിയുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആ പ്രാർത്ഥന റിക്വസ്റ്റ് നമുക്ക് അയച്ച എല്ലാ ദൈവമക്കളുടെ മേലും ഇന്ന് ദൈവം അത്ഭുതം ചെയ്യാൻ, സഭ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ, വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് നമ്മുടെ ഈ ആരാധനയിൽ നമ്മോടൊരുമിച്ച് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം ഇന്ന് പകൽ അവരെ തൊടുവാൻ, അവരുടെ വിഷയങ്ങൾക്കെല്ലാം ഒരു മറുപടി കൊടുപ്പാൻ യേശുവേ ഞങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഞങ്ങളോട് ഒരുമിച്ച്
ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ള നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടവരുണ്ട്. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടവരുണ്ട്. രോഗം സൗഖ്യമാകാൻ ആവശ്യപ്പെട്ടവരുണ്ട്. ഭവനം ഇല്ലാത്ത ഭവനം ലഭിക്കേണ്ടതിന് വേണ്ടി ആവശ്യപ്പെട്ടവരുണ്ട്. വിസ ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ, ആമൻ, സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരുണ്ട്. കടം വാങ്ങിയിട്ട് കൊടുക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. കർത്താവേ, ശുശ്രൂഷയുടെ മുഖത്ത് വലിയ ആത്മദാഹത്തോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി എല്ലാം ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഇറങ്ങി അവരെ തൊടണമേ. ഇന്ന് ഞങ്ങൾ ഈ ആരാധന ആമേൻ പറയുന്നതിന് മുൻപ് തന്നെ സ്വർഗത്തിലെ ദൈവത്തിലെ കരം കുടുംബങ്ങളെ ചലിക്കണമേ. അവിടെ മേൽ അത്ഭുതം ചെയ്യണമേ. ഞങ്ങൾ ഒന്നിച്ച് ചേർന്നിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ഇറങ്ങി വരണമേ. അവരെ തൊടണമേ. യേശുവേ, അങ്ങ് സ്പർശിക്കണമേ. ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നീട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുയേശുവിൻ നാമത്തിൽ പിതാവേ. നമുക്ക് ഇന്നത്തെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-ാമത്തെ വാക്യം നമുക്കെടുക്കാം. അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. അവൻ അവരോട് കൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. അടുത്തത്, ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. അടുത്തത്, ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. കർത്താവ് വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു ശീമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയെന്ന് പറയുന്ന 11 വരെയും കൂടെയുള്ളവരെയും കണ്ടു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ദൈവവചന ശുശ്രൂഷയുടെ ഒരു മെയിൻ ഭാഗമെന്ന് പറയുന്നത് യേശുവെ അതിഥിയായി നമ്മൾ ക്ഷണിക്കുക. ആമേൻ. യേശുവിനെ ഒരു ആതിഥ്യ മര്യാദയോടെ നമ്മൾ യേശുവിനെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. അതാണ് ഇന്ന് ഈ വാക്യത്തിനകത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നൊരാശയം. നമ്മൾ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഭവനത്തിലേക്ക്, നമ്മുടെ വിഷയങ്ങളിലേക്ക് നമ്മൾ യേശുവിനെ എന്ത് ചെയ്യുക? സ്വീകരിക്കുക. ആമേൻ. സ്വീകരിക്കുക. ആ വചനഭാഗം ഒന്ന് തൊട്ടിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരാം. 24-ാമത്തെ അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ മരണ ശുശ്രൂഷ കഴിഞ്ഞു. അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറയിൽ യേശുവിനെ അവർ അടക്കം ചെയ്തു. 3-ാം ദിവസം അനിഷ്ട സംഭവങ്ങളൊക്കെ നമുക്കറിയാം. ഒരുപാട് സംഭവങ്ങൾ യേശുവിൻ്റെ ക്രൂശ് മരണമായി നമുക്ക് അറിയാനും വായിക്കാനും ഒക്കെ ഇടയായിട്ടുണ്ട്. എന്നാൽ ഈ 24-ാം അധ്യായത്തിൽ വരുമ്പോൾ യേശുവിൻ്റെ കല്ലറ വാതിക്കൽ സുഗന്ധവർഗമൊക്കെ തയ്യാറാക്കി മറിയയും മറ്റു ചിലരും ഒക്കെ ഓടി കല്ലറ വാതിക്കൽ വരികയാണ്. മഗ്ദലക്കാരി മറിയ യേശുവിൻ്റെ ശരീരം കാണാൻ വേണ്ടി ചെല്ലുന്നു. യേശുവിനെ അവർക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാരോട് വിവരം അറിയുന്നു. അവരും വന്ന് കാണുന്നു, അവിടെ കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ആശയക്കുഴപ്പത്തിലാണ് ഇപ്പോൾ ഇവരായിരിക്കുന്നത്. എന്നാൽ ക്ലിയപ്പ എന്ന് പറയുന്ന ബൈബിൾ പഠിതാക്കൾ പറയുന്നത് ഒരു കുടുംബമായിരുന്നു എന്നാണ് പറയുന്നത്. ഒരു കുടുംബമായിരുന്നു, ഭാര്യയും ഭർത്താവുമായിരുന്നു. അവര് യെരുശലേമിൽ നിന്നും എമ്മൗസിലേക്ക് പോകുക. ഏകദേശം 8-8.5 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാര യാത്രയിലാണ് ഇവരായിരിക്കുന്നത്. യേശു കർത്താവ് മരിച്ചിട്ട് കൃത്യം 3-ാമത്തെ ദിവസമാണ് ഇവിടെ യാത്ര. നമുക്കറിയാം, വളരെ പ്രതീക്ഷയോടെ ഇരുന്ന ഒരു കാര്യം നടക്കാതിരിക്കുമ്പോൾ, ലഭിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു കഴിയുമ്പോൾ ആ യാത്ര ഒരു ക്ഷീണമായ ഒരു യാത്രയായിരിക്കും.
ആഗ്രഹിച്ചത് കിട്ടിയില്ല, പ്രതീക്ഷിച്ചത് കണ്ടില്ല, പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രത്യാശ വെച്ച വിഷയം ലഭിക്കാതെ വരുമ്പോൾ മടക്കയാത്രയിൽ നിരാശയും പരിഭവവും ഒക്കെ ആയിട്ട് ഇവരിങ്ങനെ കടന്നു പോകുമ്പോൾ അവരുടെ വിഷയം മുഴുവൻ, സ്തോത്രം, യേശുവിനെ കുറിച്ചാണ്. അതെ, കേരളത്തിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന രണ്ട് ഉയർന്ന വിഷയം സംസാരിക്കുന്ന പോലെ എവിടെ ചെന്നാലും രണ്ട് വിഷയമേ ഉള്ളൂ. ഒരു ഭാഗത്ത് സ്വപ്ന, മറുഭാഗത്ത് ദിലീപ്. മനോരമ മാറ്റി, ആമേൻ, 24 വെച്ചാൽ സ്വപ്ന, 24 മാറ്റി മനോരമ വെച്ചാൽ ദിലീപ്. ഇതിന്റെ രണ്ടിനെ ഇട്ടും തട്ടി പാവടും കോവിഡിനെ അവർ ഒതുക്കി. എനിക്കൊരു നിരാശയുണ്ട്. നമ്മുടെ ആരോഗ്യ വകുപ്പും ഇവിടുത്തെ മേലുദ്യോഗസ്ഥന്മാരും ഒക്കെ ഈ ഞായറാഴ്ചത്തെ ആരാധനയെ ഒതുക്കുന്നതിനേക്കാൾ നല്ലത് ഈ വാർത്തകളെ മറ്റൊന്ന് മാറ്റി നിർത്തി പതിനായിരങ്ങൾ കോവിഡിനാൽ പിടിക്കപ്പെടുമ്പോൾ ആ വാർത്ത ഒന്ന് മുകളിൽ കൊണ്ടുവരികയും മറ്റതൊന്ന് താഴ്ത്തുകയും ചെയ്തിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് ലൈവിൽ അവർ കേൾക്കുന്നെങ്കിൽ അത് ഒരു മറുപടി ആയിരിക്കട്ടെ. ജനത്തിന് അറിയാനും കേൾക്കാനുമുള്ളത് ഇവിടുത്തെ ദിലീപിന്റെ കാര്യം, സ്വപ്നയുടെ കാര്യമൊന്നുമല്ല. ജനത്തിന് കേൾക്കേണ്ടത് ഈ മാരകമായ അസുഖത്തിനകത്തുനിന്ന് എത്ര പേര് ഇന്ന് രക്ഷ പ്രാപിച്ചു, എത്ര പേർ വിടുതൽ പ്രാപിച്ചു, എത്ര മരണങ്ങൾ മാറി, എത്ര പേർ സൗഖ്യമായി, എത്ര പേർ വീണ്ടും പുറത്തു വന്നു. ഇതാണ് ജനത്തിനറിയേണ്ടത്. ജനം അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് പുറത്തു വരാൻ ജനം ആവലോടെ കാത്തിരിക്കുമ്പോൾ നിരാശയോടിരിക്കുന്ന ഒരു വട്ടം ജനത്തെ നമുക്ക് കാണാം. ഇവർ പ്രതീക്ഷ മുഴുവൻ കൈവിട്ടു, നടന്നു പോകുക. ഇവിടെ സംസാര വിഷയം മുഴുവൻ യേശുവിനെ കുറിച്ചാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ എമ്മൗസിലേക്ക് തിരിയുന്ന ആ ഹൈവേയിലോട്ട് കയറിയപ്പോ ആ രണ്ടുപേരോട് ചേർന്ന് മൂന്നാമതൊരാള്, ഒരു വഴിപോക്കൻ, ആ രണ്ടുപേരുടെ നടുവിലേക്ക് ചേർന്ന് വരുന്നു. നമുക്കറിയാം, ഒരേ ദിശയിലേക്ക് യാത്ര ചെയ്യുന്ന രണ്ടുപേർ, അതേ ദിശയിൽ യാത്ര ചെയ്യുന്ന ഒറ്റൊരാൾ. സാമാന്യമായി രണ്ടുപേർ ആ ഒരാളോട് ചോദിച്ചു കാണും, താങ്കൾ എവിടേക്കാ പോകുന്നത്? അങ്ങനെ കുശലമൊക്കെ ചോദിച്ചു. താനും പറഞ്ഞു, ഞാനും ഒരു യാത്രയിലാണ്. എവിടേക്കാന്നൊന്നും പറഞ്ഞില്ല. യാത്രയിൽ മൂവരും ഒരുമിച്ച് യാത്ര തിരിച്ചു. ഇവര് യാത്രയാകുമ്പോഴും കൂടെയുള്ള ആളെ അവർ മൈൻഡിന്നില്ല. കൂടെ നിൽക്കുന്ന ആളെ കുറിച്ച് അവർ ചോദിക്കുന്നില്ല. അവർ ചോദിക്കുന്നതും സംസാരിക്കുന്നതും നസ്രായനെ കുറിച്ചാണ്. കൂടെ ഒരുത്തൻ കൂടിയിട്ടുണ്ട്, ഒരു വഴിപോക്കൻ കൂടെയുണ്ട്. ആ വഴിപോക്കൻ ആരാണെന്ന് ചോദിക്കുന്നില്ല, അവൻ എവിടത്ത് കാണാന്ന് ചോദിക്കുന്നില്ല. അവരിപ്പോഴും തല പോകഞ്ഞ ഒരു വലിയ ആശയ വിനിമയത്തിൽ ഇവർ മുന്നോട്ട് പോകുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഇവരുടെ നടുവിലേക്ക് കയറി ചോദിക്കുന്നു, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങൾ ആരെ കുറിച്ചാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഉടനെ അതിൽ കളയപ്പ എന്ന് പറയുന്ന മനുഷ്യനാണ് എടുത്തു പറയുന്നു, അല്ല നീ മാത്രം ഇത് അറിഞ്ഞില്ലയോ? എന്താണ്? അല്ല നീ മാത്രം ഇത് കേട്ടില്ലയോ? കഴിഞ്ഞ 3 ദിവസമായി യെരുശലേം മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുന്നത്, യഹൂദിയ, സമരിയ, ഗലീലിയ എന്നീ പ്രദേശങ്ങൾ മുഴുവൻ ഇളകി മറിഞ്ഞിരിക്കുന്ന ആ വിഷയം നീ അറിഞ്ഞില്ലേ? നീ എന്താണ് അറിയാത്തത്? കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഗോൽഗോഥ എന്ന മലയിൽ ഇരു കള്ളന്മാരുടെ നടുവിൽ നസറായനായ യേശു എന്ന് പറയുന്ന ഞങ്ങൾ വിശ്വസിച്ച, ഞങ്ങൾ കാത്തിരുന്ന രക്ഷകനായി, മശികയായി, ദൈവമായി കാത്തിരുന്ന അവനെ കൊന്നത് നീ അറിഞ്ഞില്ലയോ? എന്നിട്ട് സങ്കടത്തോടെ അവർ പറയുന്നു, ഞങ്ങൾ വിചാരിച്ചത് അവൻ രക്ഷകനായിരിക്കും, അവൻ ഞങ്ങളുടെ ആശ്വാസദായകനായിരിക്കും, ഞങ്ങൾക്ക് അവനെല്ലാം ആയിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷേ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ അവനെ അവർ കൊന്നുകളഞ്ഞു. ഈ ഭാഗം വരെ വളരെ കൃത്യമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ആ ഭാഗം വരെ. ആ ഭാഗം കഴിയുമ്പോൾ
പൊടുന്നനെ ആ വഴിപോക്കന്റെ ഭാവം മാറുന്നു. ആ വഴിവക്കിലെ അവൻ ഇവരോട് ചേർന്ന് നടന്ന ആ മനുഷ്യന്റെ രൂപം മാറുന്നു. ആ മനുഷ്യൻ ഒരു വിളി വിളിക്കുന്നു, ഹാ ബുദ്ധിഹീനരെ. ഒന്ന് ശ്രദ്ധിച്ചേ, ഈ മനുഷ്യൻ ഈ യാത്രയിൽ ഇവരോടൊപ്പം ചേർന്നതാണ്. തൻ്റെ വിഷയം ഇതല്ല, അവരുടെ വിഷയമാണ് ഇവർ സംസാരിക്കുന്നത്. ആ ആശയം വഴിപോക്കനോട് പറയുമ്പോൾ ആ വഴിപോക്കൻ അവരെ വിളിക്കുന്ന വിളി കേട്ടോ, ഹാ ബുദ്ധിഹീനരെ. പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നതെല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അടുത്തത്, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്നെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഈ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞു 26, 27, 28 വാക്യം വരെ കൊണ്ടുവരുന്നു. ഇനി ഒന്ന് എല്ലാവരും ശ്രദ്ധിക്കണം. 28 വാക്യം കഴിഞ്ഞു. 28 വാക്യമായി ഇത് വന്നപ്പോൾ ഈ 2 ആളുകൾ താമസിക്കുന്ന വീടിന്റെ വാതിക്കൽ വരെ എത്തി. അവിടെ എത്തിയപ്പോൾ അവരുടെ വീടെത്തിയത് കൊണ്ടും അവർ പാർക്കുന്ന സ്ഥലമെത്തിയത് കൊണ്ടും അവർ കയറാൻ അവിടേക്ക് ഭാവിക്കുമ്പോൾ, അടുത്ത വാക്യം, അവർ മുൻപോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവർ തടുത്തു. ഒന്ന് ശ്രദ്ധിക്കണേ, അവിടെ എത്തിയപ്പോൾ അവൻ മുൻപോട്ട് പോകാൻ ഭാവിച്ചു. കൂടെ വന്നവൻ മുന്നോട്ട് പോകാൻ ഭാവിച്ചു. ഇവരെ വിട്ടിട്ട് പോകാൻ, മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ അവൻ ഭാവിച്ചു. ഇവരെ അവിടെ ഇട്ടിട്ട് അവന്റെ വഴിക്ക് പോകാൻ അവൻ ഭാവിച്ചു. പക്ഷേ 2 വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. നേരം വൈകിയത് കൊണ്ടും സന്ധ്യ ആയതുകൊണ്ടും. ഒന്ന് ശ്രദ്ധിച്ചേ, ഇനി ഒന്ന് വായിച്ചേ. നേരം വൈകി അസ്തമിക്കാറായപ്പോൾ അവനെ എന്ത് ചെയ്തു? നിർബന്ധിച്ചു. നേരം വൈകി എന്ന് മനസ്സിലായപ്പോൾ, സന്ധ്യ ആയെന്ന് മനസ്സിലായപ്പോൾ അവർ അവനെ നിർബന്ധിച്ചു. അവൻ ശുശ്രൂഷക്കിറങ്ങിയ കാലം മുതൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്, പാസ്റ്ററെ നേരം വൈകിപ്പോയി, സമയം വൈകിപ്പോയി, കാലം നീങ്ങിപ്പോയി, ആ വിഷയത്തിൽ മറുപടി താമസിച്ചു പോയി. എന്നാൽ ഇന്ന് ആരൊക്കെ നേരം പോയി എന്ന് പറയുന്നുവോ അവിടെ നീ അവനെ ഒന്ന് നിർബന്ധിച്ച് നിന്റെ കൂടെ ഒന്ന് പാർക്കാൻ, നിന്റെ കൂടെ ഒന്ന് വസിക്കാൻ, നിന്റെ കൂടെ ഒന്നിരിപ്പാൻ, നിന്റെ കൂടെ ഒന്ന് അവൻ വരാൻ. നേരം വൈകിയായിരിക്ക, സൂര്യൻ അസ്തമിച്ചായിരിക്ക, എന്നാൽ നേരം വൈകി പോയി എന്ന് പറയുന്ന വിഷയത്തിന്റെ നടുവിലോ അവനെ നിർബന്ധിച്ച് നിന്റെ കൂടാരത്തിൽ ഇന്ന് പകൽ അവനെ പാർപ്പിക്കാൻ നീ തയ്യാറാണെങ്കിൽ, നീ അവൻ വിഷയപ്പെടുന്ന, നീ ഭാരപ്പെടുന്ന ഏത് പ്രതിസന്ധിക്കകത്തോ ഏത് വിഷയത്തിനകത്തോ നിനക്കുത്തരം തരാൻ, നിനക്കൊരു മറുപടി തരാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഈ പകൽ ആരാധിക്കുന്നത്. കരമുയർത്തു ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നേരം വൈകി. അവർ അവനെ വിട്ടില്ല. അവർക്ക് മനസ്സിലായി നേരം വൈകിപ്പോയി, ഇനി ആരും ഉണ്ടായിട്ട് കാര്യമില്ല, ഇനി ഇവൻ ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. എത്ര പേർക്ക് ദൂത് മനസ്സിലായി എന്നറിയില്ല. ഐസിയുവിന്റെ വാതിക്കൽ, വെന്റിലേറ്ററിന്റെ വാതിക്കൽ നിസ്സഹായായി നിൽക്കുമ്പോൾ അവൻ പകൽപരായ ഡോക്ടേഴ്സ് വെളി വന്നിട്ട് നമ്മോട് പറയും, അയ്യോ സോറി. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? അയ്യോ നേരം വൈകിപ്പോയി, സമയം താമസിച്ചു പോയി. എന്നാൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നവർ പറയുന്നു, ഡോക്ടേഴ്സിന് നേരം വൈകിപ്പോയി എന്ന് വരാ, വ്യക്തികൾക്ക് നേരം വൈകിപ്പോയി എന്ന് വരാ, മെഡിക്കൽ സയൻസിന് നേരം വൈകിപ്പോയി എന്ന് വരാ. എന്നാൽ നിന്റെ കൂടെ പാർക്കാൻ നീ ക്ഷണിക്കുന്ന എന്റെ യേശുവിന് സമയം വിഷയമല്ല, നേരം വിഷയമല്ല. ഈ പകൽ ഒരത്ഭുതം ചെയ്യാൻ എന്റെ ദൈവത്തിന് സമയം വിഷയമല്ല. ഓ ആമേൻ, ആമേൻ. അവൻ കഴിഞ്ഞ കുറെ ദിവസമായിട്ട് എൻ്റെ ഇരിപ്പിലും ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ ഒറ്റ മെസ്സേജാ. അവൻ നടക്കുമ്പോൾ, വാഹനം ഓടിക്കുമ്പോൾ, ഞാൻ പോയി എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഞാൻ ഇത് പാടിക്കൊണ്ട് നടക്കുക. അവൻ കൂടെ പാർക്ക
നേരം വൈകും നീതാ. ആ പാട്ടിന്റെ വരി എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. കുറെ ദിവസമായിട്ട് അവൻ എന്താണെന്നറിയില്ല, അവൻ പരിശുദ്ധാത്മാവ് ആ പാട്ടെൻ്റെ ഉള്ളത്തിൽ അവൻ എനിക്ക് തോന്നുന്ന ഒരു 3-4 ദിവസമായി ഞാൻ ഇത് പാടിക്കൊണ്ട് നടക്കുന്നത്. എന്താണ് കർത്താവേ ഇതിനകത്ത് ഇങ്ങനെ ഒരു പാട്ടെൻ്റെ, എനിക്ക് വാക്യം എൻ്റെ മുഴുവൻ പാടാൻ എനിക്കറിയില്ല, പക്ഷെ എൻ്റെ 2 വരി എൻ്റെ അകത്ത് മുഴങ്ങുന്നു. ഞാൻ കർത്താവേ എന്താണ് ഈ പാട്ടുകൊണ്ട് അങ്ങ് ഉദ്ദേശിക്കുന്നത്? കർത്താവ് എന്നോട് സംസാരിച്ച ദൂത നേരം വൈകി എന്ന് കണ്ടപ്പോൾ അവർ അവനെ നിർബന്ധിച്ചു. അവിടെ വിഷയത്തിലേക്ക് അവനെ നിർബന്ധിച്ചു. അവിടെ പരാജയത്തിലേക്ക് അവനെ നിർബന്ധിച്ചു. അവിടെ ജീവിതത്തിന്റെ ഇരുളടഞ്ഞ വിഷയത്തിലേക്ക് അവർ അവനെ നിർബന്ധിച്ചു. ഒന്ന്, ആമേൻ, നിങ്ങൾ എവിടെ പാർത്താലും നിങ്ങൾ അവനെ നിർബന്ധിക്കണം. ആമേൻ, എന്ത് ചെയ്യണം? അവനെ നിർബന്ധിക്കണം. 2, അവിടുത്തെ അവൻ നേരം വൈകി എന്തായി? ഇരുട്ട് വരുന്നതിന് മുൻപേ നിങ്ങൾ അവനെ നിർബന്ധിക്കണം. മനസ്സിലായില്ലല്ലേ? ഇതാണ് എൻ്റെ അകത്ത് കത്തി ആഴമായ ദൂത്. ഒരിരുട്ട് വരുമ്പോൾ അല്ല നീ അവനെ നിർബന്ധിക്കേണ്ടത്, ഇരുട്ട് വരുന്നതിന് മുൻപേ നീ അവനെ നിർബന്ധിക്കണം. നേരം വൈകുന്നതിന് മുൻപേ നീ അവനെ നിർബന്ധിക്കണം. ഇരുട്ട് വീഴുന്നതിന് മുൻപേ നീ അവനെ നിർബന്ധിക്കണം. നിന്റെ ജീവിതത്തിനകത്തോ നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ തലമുറയുടെ ജീവിതത്തിൽ ഇല്ല, നിന്റെ കുടുംബത്തിന്റെ അകത്തോ നിന്റെ സാമ്പത്തിക വിഷയത്തിനകത്തോ എപ്പോഴൊക്കെ ഇരുട്ട് വരുമെന്ന് നിനക്ക് തോന്നുന്നുവോ അതിനു മുൻപേ നീ പറയണം, യേശുവേ കൂടെ പാർക്കുക. എന്ത് ചെയ്യുക? കൂടെ പാർക്കുക. നമ്മളെല്ലാം ബുദ്ധിമാന്മാരാ. നമ്മൾ കൂടെ പാർക്കാൻ യേശുവിനെ വിളിക്കുന്നപ്പോഴാണെന്നറിയാമോ? വെന്റിലേറ്ററിൽ ചെല്ലുമ്പോൾ. നമ്മളെപ്പോഴാണ് യേശുവിനെ വിളിക്കുന്ന അറിയാമോ? ഐസിയുവിൽ ചെല്ലുമ്പോൾ. നാം ബലഹീനരാകുമ്പോൾ, നാം അശക്തരാകുമ്പോൾ, എല്ലാം തീർന്നു ആയുധം താഴെ വെക്കുമ്പോൾ നാം ദൈവത്തെ വിളിച്ചിട്ട് പറയും, ദൈവമേ കൂടെ പാർക്കണമേ, കൂടെ പാർക്കണമേ, കൂടെ പാർക്കണമേ. അല്ല, നേരം വൈകിയാലോ, സൂര്യൻ അസ്തമിച്ചാലോ, ഇരുട്ട് വീണാലോ, അന്ധകാരം നിഴലിട്ടാലോ, ഇരുട്ടിന്റെ ശക്തികൾ എന്നെ വേട്ടയാട തുടങ്ങുന്നതിന് മുൻപേ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്നുകൂടി പരിശുദ്ധാത്മാവ് ഞാൻ ഒന്ന് പറയട്ടെ. നേരം അസ്തമിപ്പാറായി എന്നവർ കണ്ടപ്പോൾ അവർ പറഞ്ഞു കൂടെ പാർക്കണം. എന്ത് ചെയ്യണം? ഈ ഇരുട്ടിനെ അതിജീവിക്കണമെങ്കിൽ നീ കൂടെ ഉണ്ടെങ്കിൽ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലേ? അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ടുപോയത് എവിടേക്കാണെന്നറിയാമോ? ആമൻ വായിക്കണമെന്ന് ഞാൻ ഓടിച്ചു പറയാം. ആമൻ ഏദൻ പൂങ്കാവനത്തിനകത്ത് കർത്താവ് വരുന്നൊരു സമയമുണ്ട്. എവിടെയാണെന്നറിയാമോ? ആമൻ വെയിലാറുമ്പോൾ അവൻ അവരുടെ ഒപ്പം ആ തോട്ടത്തിൽ വരും. എന്തിനാണെന്നറിയാമോ? അവൻ വെയിലാറുമ്പോൾ അതിൻ്റെ അർത്ഥം അടുത്ത സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്, ഇരുട്ട് വരുന്നതിന് മുമ്പ് ആദാമിന്റെ കൈപിടിക്കാൻ, ഹവ്വയുടെ കൈപിടിക്കാൻ സൈന്യങ്ങളുടെ ദൈവം തോട്ടത്തിൽ ഇറങ്ങുമായിരുന്നു. മനസ്സിലായോ? ഇരുട്ട് വരുന്നതിന് മുമ്പേ അവരുടെ നടുവിൽ അവൻ ഉണ്ടായിരുന്നു. ദൂത് മനസ്സിലായോ? ഇരുട്ട് വരുമ്പോൾ അല്ല വെൽക്കം ഹോളി സ്പിരിറ്റ് എന്ന് പറയേണ്ടത്. അവൻ ഇരുട്ട് വരുമ്പോൾ അല്ല വെൽക്കം ജീസസ് എന്ന് പറയേണ്ടത്. ഇരുട്ട് വരുന്നതിന് മുമ്പേ നീ അവനെ ക്ഷണിക്ക. ഇരുട്ട് വരുന്നതിന് മുമ്പേ നീ അവനെ നിർബന്ധിക്ക. നിന്റെ ജീവിതത്തിൽ ഒരു പരാജയം വരുന്നതിന് മുൻപ്, ഒരു നിരാശ വരുന്നതിന് മുൻപ്, ഒരു പ്രശ്നം വരുന്നതിന് മുൻപ് നീ അവനെ ക്ഷണിക്കുക. കർത്താവിന് നല്ലൊരു ആമേൻ എന്ന് പറയാമോ? അവർ അവനെ ഇന്ന് എത്ര പേർ അവനെ നിർബന്ധിക്കും? കർത്താവേ, ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ പറയാം, ചുമ്മാ കയറി ബുക്കും എടുത്തുകൊണ്ട് മുറിക്കകത്ത് കയറി ബുക്കും തുറന്നു വെച്ച് ചുമ്മാ കണ്ണും തുറന്നിരിക്കാതെ അവനൊന്ന് നിർബന്ധിക്ക്. അവന് നിന്റെ വിദ്യാഭ്യാസത്തിലേക്ക് നീ അവനൊന്നും നിർബന്ധിക്ക്. അവൻ നിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ അധ്വാനത്തിന്റെ മേഖലയിൽ അവൻ എത്ര അധ്വാനിച്ചിട്ടും അവൻ കടലകത്തുനിന്ന് കോരുന്ന വെള്ളം പോലെ അത് വീണ്ടും വീണ്ടും കുഴി നിവർന്നു പോകുന്നതല്ലാതെ അവൻ കോരുന്നതിന് പാടൊട്ട് കാണാനുമില്ല. ഓട്ടസഞ്ചിക്കകത്ത് പണമിട്ടതുപോലെ നിന്റെ ഫലമെല്ലാം നിഷ്ഫലമായിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽ ഒരൊറ്റ ദൂത് പറയുന്നു, നിന്റെ അധ്വാനത്തിലേക്ക് അവനെ ഒന്ന് നിർബന്ധിക്ക്. ജീസസ്
ഇല്ല. മാറി മാറി എന്തെല്ലാം കഴിച്ചിട്ട്, മാറി മാറി എന്തൊക്കെ സേവിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ ഘടനയ്ക്ക് ഇന്ന് വരെ ഒരു വ്യത്യാസം വന്നിട്ടില്ല. അവൻ പലരും പറയുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ കഴിക്കുന്നുണ്ട്, എന്തൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എന്റെ ശരീരഘടനയ്ക്ക് എന്തുകൊണ്ടൊരു വ്യത്യാസം വരുന്നില്ല എന്ന് ചോദിക്കുന്ന ദൈവപൈതലേ, നിന്നോടാണ് ഇന്ന് പകൽ അരുളപ്പാട്. നീ ഒന്ന് വിളിക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ശാരീരിക അസ്വസ്ഥതയിലേക്ക് ഒന്ന് ക്ഷണിക്ക്. എല്ലാ മേഖലകളിലും ഒരത്ഭുതം ഇന്ന് പകൽ എന്റെ ദൈവം ചെയ്യാൻ പോകുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇന്ന് പകൽ വിളിച്ചു പറയുന്നു, അവനെ ക്ഷണിക്കുന്ന എല്ലാ മേഖലകളിലും ഒരത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിർബന്ധിക്കുന്നവരുടെ കൂടെ മാത്രമാണ് കർത്താവ്. എന്താ പറഞ്ഞേ? നിർബന്ധിക്കുന്നവരുടെ കൂടെ. ഇതൊരു പുതിയ ചിന്തയാണ് അല്ലേ? നിർബന്ധിക്കുന്നവരുടെ കൂടെ മാത്രമാണ് കർത്താവ്. എന്തുകൊണ്ടാണെന്ന് ചിലർ ചോദിക്കും. എന്തുകൊണ്ടാണെന്ന് ഇതിനും മറുപടിയും കൊടുക്കണം. അതുകൊണ്ട് തന്നെ മറുപടി പറയാം. യെരുശലേം ദൈവാലയം ഉണ്ടാക്കുന്നതിന് മുൻപ്, യെരുശലേം ദൈവാലയത്തിന്റെ ഒരു മാതൃകയായിരുന്നു സമാഗമന കൂടാരം. സമാഗമന കൂടാരം ദൈവം ഉണ്ടാക്കാൻ പറയുമ്പോൾ ദൈവം ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. പുറപ്പാട് 25:10 വായിക്കണ്ട. അവിടെ ഇങ്ങനെ പറയുന്നു, എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടതിന് നിങ്ങൾ എനിക്കൊരു കൂടാരം ഉണ്ടാക്കണം. എനിക്ക് വസിക്കേണ്ടതിന്, എനിക്ക് നിങ്ങളുടെ നടുവിൽ നടക്കേണ്ടതിന്, എനിക്ക് നിങ്ങളുടെ നടുവിൽ പാർക്കേണ്ടതിന് ഒരു കൂടാരം നിങ്ങൾ ഉണ്ടാക്കണം. ദൈവം പറഞ്ഞ പോലെയൊക്കെ കൂടാരം ഉണ്ടാക്കി. അളവൊന്നും മാറിയില്ല. വളരെ കൃത്യമായിട്ട് ശക്തമായിട്ട് തന്നെ കൂടാരമൊക്കെ അടിച്ചു, കൂടാരം ഉണ്ടാക്കി. ആ കൂടാരത്തിന്റെ പൊരുളായിരുന്നു ശലോമോൻ പണിത യെരുശലേമിലെ ദൈവാലയം. ചുരുക്കി പറഞ്ഞാൽ, നിഴലാകുന്ന മരുഭൂമിയിലെ കൂടാരം, പൊരുളാകുന്ന ശലോമോന്റെ കൂടാരം. നിഴലായ കൂടാരം മരുഭൂമിയിലായിരുന്നെങ്കിൽ പൊരുളായ കൂടാരം യെരുശലേമിൽ ശലോമോൻ പണിതു. പക്ഷേ ആ യെരുശലേമിലെ കൂടാരമാകുന്ന ആലയത്തിനകത്ത് ജനത്തെയും മനുഷ്യനെയും തമ്മിൽ ദൈവിക കൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ബന്ധിപ്പിക്കാൻ സ്വർഗമിട്ടിരുന്ന ഒരു തിരശീലയുണ്ട്. തിരശീല ഓർമ്മയുണ്ടോ? ഒരു തിരശീല. ഏകദേശം ഈ കനമുണ്ടായിരുന്നു. 1 ഇഷ്ടിക 2.5 ഇഞ്ച് കനമായിരുന്നു തിരശീലയുടെ തുണിയുടെ കനം. ഇത്രയും കനമുണ്ടായിരുന്നു തിരശീല എന്ന കർട്ടന്റെ കനമാണ് ഞാനീ പറഞ്ഞത്. ഇത്രയും കനം വരുന്ന തുണി കൂട്ടി തുന്നിയാണ് തിരശീല ഇട്ടിരുന്നത്. അതിന്റെ കനം ഇത്രയുണ്ടായിരുന്നു. ഉലകത്തിലെ എത്ര ശക്തിമത്തായ മനുഷ്യന്മാരും ഇത് വലിച്ചു കീറാൻ കഴിയത്തില്ല. ഈ കനമായിരുന്നു തിരശീലയുടെ കർട്ടന്റെ കനം. ഉലകത്തിൽ ഒരു മനുഷ്യനായി പിറന്ന ഒരു മനുഷ്യനും അത് 2ആയി കീറാൻ കഴിയില്ല. ആ തിരശീല വിരലുകൊണ്ട് നീക്കാൻ ഒക്കില്ല. കൈമുഷ്ടി കൊണ്ടാണ് അവർ മാറ്റിയിരുന്നത്. അത്ര ഭാരം ആ തിരശീലക്കുണ്ടായിരുന്നു. ഇത് അകത്തു വസിക്കുന്ന ദൈവവും പ്രമാണപ്രകാരം അകത്തിയെല്ലുന്ന മഹാപുരോഹിതനുമുള്ള ഒരു നിയമത്തിന്റെ തിരശീലയായിരുന്നു. എന്നാൽ ഗോൽഗോഥ മലയിൽ യേശു കർത്താവ് എലി എലി ലമ്മാ ശബത്താനി, എന്നെ കൈവിട്ടതെന്തോ എന്ന് ചോദിച്ച് സ്വന്തം തോളിൽ തലചായിച്ച് പ്രാണനെ വിട്ടപ്പോ ബൈബിളിലൊരു വാക്യമുണ്ട്, തിരശീല 2ആയി. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ മനുഷ്യന്റെ കരം തൊടാതെ സംഭവിച്ചിട്ടുള്ള കുറെ വിഷയമുണ്ട്. അതൊക്കെ എന്താ നമ്മുടെ ഭാഷ പറയുന്നേ, അത്ഭുതങ്ങളുടെ അത്ഭുതമാണ്. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി പറയാം. ബെൽശസ്സർ എന്ന് പറയുന്ന മനുഷ്യൻ ആമേൻ ആലയത്തിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണ പാത്രത്തിനകത്ത് മദ്യം വെപ്പാട്ടികൾക്ക് ഇങ്ങനെ സർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇതാ ആമേൻ ആമേൻ ഒരു എഴുത്ത്, ഇതുപോലെ എഴുത്ത് ആ ചുവരിൽ വരുന്നു. മേനെ മേനെ തെക്കേ ഹൂഫസി. ഒരു വിരല് മാത്രം
എന്താണെന്നറിയില്ല. ഉടനെ വിളിച്ചു പറയുകയാണ്, ഇതിന്റെ അർത്ഥം അറിയില്ല. പക്ഷേ അവൻ ദൈവത്തിന്റെ പ്രിയ പുരുഷനായ ദാനിയേൽ പറയുന്നു, അതിങ്ങനെയാണ്. അവൻ രാജാവേ, അവൻ തൂക്കി നോക്കിയപ്പോൾ കുറവുള്ളവനെന്ന് കണ്ടു. ദൈവം നിന്റെ രാജത്വം കീറിയിരിക്കുന്നു. ഇതാ കൈപ്പത്തിയില്ല, മറ്റൊരു വിരല് മാത്രം, മഹാത്ഭുതത്തിന്റെ കരം. സ്തോത്രം, 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 സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആർക്കും തുറപ്പാനും ആർക്കും തുറന്നു വായിപ്പാനും കഴിയാത്ത മുദ്രയിട്ട ഒരു പുസ്തകം. അതും ആർക്കും പറ്റിയില്ല. പക്ഷെ യോഹന്നാൻ കരഞ്ഞപ്പോൾ യോഹന്നാനോട് പറയുന്ന കരയണ്ട, ആ പുസ്തകം പൊട്ടിപ്പാൻ ഒരുവന് യോഗ്യനാണ്. അത് വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാനാണ്. ഒരു അത്ഭുതത്തിന്റെ കരം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാം. നെബൂഖദ്നേസർ തന്നെയാന്ന് തോന്നുന്നല്ലേ, ഒരു സ്വപ്നം കാണുന്നുണ്ട്, ഒരു ബിംബം ഉണ്ടാക്കുന്നു. ഒരു ബിംബം, തല തങ്കം, നെഞ്ച് താമ്രവും കളിമണ്ണും കൊണ്ട്. ഈ ബിംബം കണ്ടുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ കാണുന്ന അടുത്ത കാഴ്ച എന്നാന്നറിയാമോ? കൈ തൊടാതൊരു കല്ല് പറന്നു വന്ന് ഈ കളിമണ്ണും താമ്രവും കൂടി ഇരുമ്പും കൂടി കൂടിയെടുത്തിടിക്കുന്നു, തകർന്നു പോകുന്നു. ഇത് ദൈവത്തിന്റെ മഹാബലമുള്ള കരമാണ്. ഇതുപോലെ വേദപുസ്തകത്തിൽ അതിശക്തമായ ചില കാര്യങ്ങൾ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. അതിശക്തമായ ചില കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ വേദപുസ്തകത്തിൽ എടുത്തു പറയുന്ന ചില പെട്ടെന്നുള്ള ചില ഇൻസിഡന്റ് ആയിട്ടുള്ള ചില വിഷയങ്ങൾ ദൈവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. ദൈവം ഇതുപോലെ പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, നിങ്ങൾ പ്രതീക്ഷ വെക്കാത്ത ഒരു വിടുതൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് നിങ്ങൾ നിർബന്ധിക്കുന്നത്. ആരോടോ ദൈവം പറയുന്നു, നിങ്ങൾ പ്രതീക്ഷ വെച്ചിടത്തൊന്നല്ല, നിങ്ങൾ നോക്കിയിരുന്നിടത്തൊന്നല്ല, നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാത്ത ചില മേഖലകളിൽ നിന്ന് ചില വിടുതലുകൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരും. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഈ തിരശീല രണ്ടായി കീറിപ്പോയി. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ഇനിയേ നിങ്ങളുടെ കൂടെ ഞാൻ ഈ ആലയത്തിൽ വന്ന് പാർക്കില്ല. ആ ബന്ധം പോയി. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറയാമോ? ഞാൻ പറഞ്ഞു സമാഗമന കൂടാരം, സമമായി ആഗമിക്കുന്ന കൂടാരം, അതിനാ സമാഗമന കൂടാരം. നിങ്ങൾ വന്നാൽ ഞാൻ വരാം, നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടം വരെ വരും. അങ്ങനെ നമുക്ക് തമ്മിൽ വന്ന് ഒരുമിച്ച് ഈ ആലയത്തിൽ പാർക്കാം. പക്ഷെ തിരശീല കീറിയതോടെ അവിടുത്തെ പാർപ്പ് തീർന്നു. ദൈവം ഇനി യെരൂശലേം ദേവാലയത്തിൽ ഇല്ല. ആലയത്തിൽ ഇനി അവൻ വരില്ല. ആലയത്തിൽ ചെന്നാൽ അവനെ കാണില്ല. ആലയത്തിൽ ചെന്നാൽ അവനെ ഇനി നിങ്ങൾക്ക് ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ യെരൂശലേം ദൈവാലയത്തിൻ്റെ ഒരു വെളിപ്പാട് അകലെ മാത്രം കൂടിയ 120 പേർ കൂടിയ മാർക്കോസിൻ്റെ മാളിക മുറിയിൽ അവൻ ഇറങ്ങാൻ കാര്യം എന്നാണെന്നറിയാമോ? അവിടുത്തെ വാതിൽ അടഞ്ഞു, ഇവിടുത്തെ വാതിൽ ദൈവം തുറന്നു. ഒന്നുകൂടി പറയാ, നിർബന്ധിക്കുന്നവന് വേണ്ടി വാതിൽ തുറന്നകത്തു വരും. നിർബന്ധിക്കാത്തവന്റെ കൂടെ ദൈവം വിട്ടുമാറി നിൽക്കോ. ഇന്ന് പകൽ ആരൊക്കെ നിർബന്ധിക്കുന്നുവോ, ആരെല്ലാം അവനെ സ്വീകരിക്കുന്നുവോ, ആരെല്ലാം അവനെ സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നു, അവന്റെ കൂടെയാ ദൈവം. ആമേൻ, സ്വതന്ത്രം. 2 പേര് കൂടി എന്നെ, ഞാൻ ഈ വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ സജു മാഷും റോബിൻസും കൂടി എന്നെ നിർബന്ധിക്കുക വീട്ടിൽ വരാൻ. ഞാൻ ആരുടെ കൂടെ പോവും? ആരുടെ കൂടെ പോവും? നിങ്ങൾ പറ. 2 പേരും ഒരുപോലെയാ പറഞ്ഞത്, ഒരേ സമയത്താ പറഞ്ഞത്. സജു മാഷ് പറഞ്ഞു, ഭാഷ പോകുന്ന വഴി ഒന്ന് വീട്ടിലോട്ട് കയറണേ. റോബിൻസ് എൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയുക, വന്നേ പറ്റൂ. ഞാൻ പറഞ്ഞു, അല്ല നാളെ പറ്റില്ല, ഇപ്പോൾ വന്നേ പറ്റൂ. അല്ല ഞാൻ പിന്നെ വരാം. ഇല്ല, കയറിയേ പറ്റൂ. ഞാൻ ആരുടെ കൂടെ പോവും? ചിലരൊക്കെ ചിലത് പ്രാപിക്കുന്ന കൊണ്ട് നമ്മൾ വല്ല കണ്ണു കഴിച്ചിട്ട് കാര്യമുണ്ടോ? അവർ നിർബന്ധി കൂടുതലായപ്പോൾ യേശു അവിടെ കൂടെ പോയി.
മനസ്സിലായോ? എന്താ എന്റെ കൂടെ വരാത്തെ? എന്താ ആമേൻ സ്തോത്രം. നമ്മൾ ഈ അറച്ചും വെളിച്ചുമൊക്കെ മറ്റുള്ളവരെ നോക്കി, മറ്റുള്ളവരുടെ മാനതയും മറ്റുള്ളവരുടെ മുഖവും മറ്റുള്ളവരുടെ വാക്കുമൊക്കെ കണ്ട് ഇങ്ങനെ പേടിച്ചും വിറച്ചുമൊക്കെ വന്നാൽ കൊള്ളാം, വന്നാൽ ഞങ്ങൾക്ക് നല്ലത്, നിനക്ക് നല്ലത്, വന്നാൽ ഒരു കാപ്പി പിടിച്ചിട്ട് പോകാം, വന്നൊരു കട്ടൻ കുടിച്ചിട്ട് പോകാം, ഇങ്ങനെയൊന്നും വിളിച്ചാൽ യേശു വരില്ല. ഒരല്ലല്ലോ എന്ന് പറയാവോ? യേശു വന്നാൽ വിടുതല. യേശുവിനെ നിർബന്ധിച്ചാൽ അവൻ വരും, വന്നാൽ വിടുതല. നേരം വൈകി സൂര്യൻ അസ്തമിക്കാറായെന്ന് കണ്ടപ്പോൾ അവർ അവനെ ഇന്ന് പകൽ എന്ത് ചെയ്യണം? എങ്ങനെ നിർബന്ധിക്കണം? നിങ്ങൾ ആരും കാണണ്ടെന്നേ, മുറിക്കകത്തോട്ട് അങ്ങ് കയറിയട്ടെ, ആ കാലിലൊക്കെ അങ്ങ് വീണിട്ട് പറയണം, വന്നേ പറ്റൂ. ഒരല്ലലി പറ, ഒരു സ്തോത്രം പറ. ബാബാ സുരേഷ് എന്ന് പറയുന്ന ആ മനുഷ്യനെ പാമ്പ് കടിച്ചു. നമ്മൾ ആ ദൃശ്യമെല്ലാം കണ്ടു. പാമ്പ് കടിച്ച് തൂങ്ങിക്കിടന്നിട്ട് അവിടെ നിന്ന് വലിച്ചെടുത്ത് താഴെ കിട്ടും. ഈ കഴിഞ്ഞ ദിവസം ഒരാള് വാർത്താ ചാനൽ പറയുന്ന കേട്ടു, സകല ആളുകളും ദൈവത്തെ വിളിച്ചു, ദൈവത്തെ താഴോട്ടിറക്കി. ആ മനുഷ്യൻ പുറത്തു വന്നെന്ന് കണ്ടോ? അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ശരിയാണ്. ചിലർ അമ്പലത്തിൽ വഴിപാട് നടത്തി, ചിലർ മുസ്ലിം മോസ്കിൽ പോയി പ്രാർത്ഥിച്ചു, ചിലര് പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേട്ടു. ബാബാ സുരേഷിനെ ദൈവം വിടുവിച്ചു. ഇനി ഒരു കുഴപ്പമുണ്ട്, ആരാ വിടുവിച്ചെന്നൊരു ചോദ്യം നമ്മുടെ അകത്തുണ്ടാവും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിർബന്ധിച്ചോ ദൈവം വരും. സ്തോത്രം, 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 സ്തോത്രം. ഞാനേ പറയുന്ന കൊണ്ടൊന്നും ക്ഷമിക്കണം കേട്ടോ. ഇതിനകത്ത് കയറി ആരും ഒരു ആവശ്യമില്ലാത്ത കമൻ്റ് ഒന്നും ഇടരുത്. ഞങ്ങളുടെ അനുഭവം അങ്ങ് പറയുക. തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ രക്ഷിക്കപ്പെട്ടു വന്ന കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ പല രാത്രിയിലും വെളുപ്പിനും പട്ടിണി കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ആമേൻ ഒരു പഴയ തുകർത്തെടുത്ത് തലയേറിട്ട് വെളുപ്പിന് 4 മണിക്കും 3 മണിക്കുമൊക്കെ എൻ്റെ അമ്മ ഇരുന്ന് കരയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് ചോദിച്ചോട്ടെ, ഇന്ന് എന്തിനാ അമ്മ കരഞ്ഞത്? അപ്പം അമ്മ പറയും, മോനെ ഇന്ന വിഷയത്തിന് വേണ്ടിയാ. പക്ഷെ നിങ്ങൾക്കറിയാമോ, ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ് അതിന് മറുപടി കിട്ടുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചോദിക്കും, അമ്മച്ചി രക്ഷിക്കപ്പെട്ടല്ലായിരുന്നല്ലോ, അമ്മച്ചി സ്നാനപ്പെട്ടല്ലായിരുന്നല്ലോ എന്നൊരു പക്ഷെ ചോദിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ, നിർബന്ധിക്കുന്നവൻ ആരാണേലോ അവന് ജാതി മത വ്യത്യാസമില്ല. ഇന്ന് പകൽ മുസ്ലിം ആയിരിക്ക, ഹൈന്ദവനായിരിക്ക, നീ കത്തോലിക്കനായിരിക്ക, നീ മാർത്തോമക്കാരനായിരിക്ക, നീ CSIക്കാനായിരിക്ക, ഈ യേശുവിനെ ഒന്ന് നിർബന്ധിക്കാൻ ഇന്ന് നീ തയ്യാറാണെങ്കിൽ, അവനെ നിർബന്ധിച്ച് നിന്റെ ഭവനത്തിലേക്ക് വിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ നിനക്കൊരു മറുപടി തരാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. ആമേൻ, ഹല്ലേലൂയ. കമന്റ് വരാതിരിപ്പാൻ, ഇതിന് കമന്റ് വരാതിരിപ്പാൻ തിരിച്ച് ഞാനൊരു കമന്റ് അങ്ങ് പറയുക. കനാന്യസി യേശയേൽക്കാരി അല്ലാഞ്ഞിട്ടും നിർബന്ധിച്ച മകൾക്ക് വിടുതൽ. ആമേൻ. നയമാൻ ആമേൻ ഇസ്രായേൽക്കാരനല്ലാഞ്ഞിട്ടും അരാം സൈന്യത്തിൽ പെട്ടവനായിട്ടും കരഞ്ഞവന് വിടുതൽ. ഒരു സ്വതന്ത്രം പറയാൻ പറ്റുമോ? വഴിയറമ്പിലിരുന്ന് കരഞ്ഞ ബർത്തോലോമായി ആമൻ ശിഷ്യഗണത്തിൽ പെടാഞ്ഞിട്ടും കണ്ണുകൾ തുറന്നു കൊടുത്തെങ്കിൽ ഇന്ന് പകൽ നിർബന്ധിക്കുന്നവന്റെ കൂടാരത്തിലേക്ക് ആരൊക്കെയോ എന്നെ കേൾക്കുന്നുണ്ട്. ഒരുപക്ഷെ നീ രക്ഷിക്കപ്പെട്ടവനല്ലായിരിക്കാം, നീ സ്നാനപ്പെട്ടവനല്ലായിരിക്കാം, എങ്കിലും ദൈവ പൈതലേ, നിന്റെ കൂടാരത്തിൽ ഇരുന്ന് ഈ പകൽ ആ 2 കരമടിച്ച് അവൻ ഒന്ന് കർത്താവിനെ ഒന്ന് നിർബന്ധിച്ചിട്ട് പറ, യേശുവേ. ആമേൻ, ഹല്ലേലൂയ. കരമുയർത്തി നല്ലൊരു ഹല്ലേലൂയ എന്ന് പറയാമോ? വേദപുസ്തകത്തിൽ ഒരുപാട് പേര് കർത്താവിനെ ആതിഥ്യ മര്യാദ അനുസരിച്ച് ക്ഷണിച്ചിട്ടുണ്ട്.
ഒന്ന് രണ്ട് കാര്യം വേണമെങ്കിൽ ഓടിച്ചൊന്ന് വായിച്ചാൽ, എടുത്തെടുത്ത് വായിച്ചാൽ പറയാം, കുറിക്കേണ്ടവർക്ക് കുറിക്കാം. നിങ്ങൾക്കത് അനുഗ്രഹമാകട്ടെ. മത്തായി സുവിശേഷം 9:10. മത്തായി സുവിശേഷം 9:10. വേഗം വന്നിട്ട് മതി, സമയം പോകുന്നു. ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട്, പക്ഷേ ആ വിഷയം സമയം പോകുന്നതുകൊണ്ട് ഞാൻ പറയാം കേട്ടോ. ലേവി എന്ന് പറയുന്ന ചുങ്കക്കാരൻ മത്തായി ഭവനത്തിൽ യേശുവിനെ അവൻ ക്ഷണിച്ചു. യേശു അവിടെ വന്നു. ആ ഭവനത്തിൽ യേശു കർത്താവ് വരികയും, സ്തോത്രം, ഒരു സുവിശേഷം എഴുതിയില്ലേ? ഒരു സുവിശേഷം എഴുതി. ആര്? ആ ലേവി. യേശുവിനെ വീട്ടിൽ കയറ്റി. ആര്? ഈ മത്തായി. പുതിയ നിയമം 27 പുസ്തകത്തിന്റെ 1-ാമത്തെ പുസ്തകം തുറക്കുമ്പോൾ ആ കിടക്കുന്നു. ആരുടെ പേര്? ഒരു അല്ലല്ലി എന്ന് പറഞ്ഞ് ഞാൻ ഉഗാണ്ടയിൽ ചെല്ലുമ്പോൾ എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് സന്തോഷമാണ്. ഞാനൊന്ന് ഓസ്ട്രേലിയയിൽ ചെല്ലുമ്പോൾ എൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കെന്ത് സന്തോഷമാണ്. ഞാൻ അവിടെ നിന്ന് നേരെ യൂറോപ്പിൽ ചെല്ലുമ്പോൾ യൂറോപ്പിൽ എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. വേദപുസ്തകം എവിടെയെല്ലാം എത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ആരുടെ പേരുണ്ട്? എൻ്റെ അപ്പൂപ്പൻ്റെ പേരും മത്തായി എന്നാണ്. എൻ്റെ മൂത്ത ഏട്ടൻ്റെ പേരും മാത്യു എന്നാണ്. എവിടം വരെ വന്നെന്ന് നോക്കിക്കാൻ മാത്യു. ഞാനിങ്ങനെ പറയാം, ഈ നമ്മുടെ പേരുണ്ടല്ലോ. ഞാൻ അടുത്ത ദിവസം ഒരു ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനം ഒന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ വേദപുസ്തകത്തിൽ യൂദായെക്കുറിച്ച് പഠിക്കാൻ ഇഷ്ടമാണ്. ഈ നമ്മുടെ പേര് നമ്മൾ വളരെ സൂക്ഷിക്കണം. റോബിൻസ് എന്ന പേര് വളരെ സൂക്ഷിക്കണം. റോബിൻസ് എന്ന് പറയുന്ന ഒരു പേരിന് ഒരു മോശം വന്നാൽ ഇനി ജനിക്കുന്ന ഒരു കൊച്ചുങ്ങൾക്കും ഒരമ്മ അപ്പനും എന്തെന്നിടത്തില്ല. സയൻസിന് ഒരു പെങ്കൊച്ചുണ്ടെങ്കിൽ സ്വപ്നം എന്ന് പേരിടുവോ? ഒരു പെങ്കൊച്ചുണ്ടായാൽ ഇടുവോ? ഞാൻ നിർബന്ധിച്ച ഇടുവോ? പിന്നെ ഒരു സോളാർ അല്ലേ, സൈഡിൽ നിന്ന് പേരിടുവോ? എന്തു വല്ല പേരായിരുന്നു അതൊക്കെ. പുറത്ത് വരുന്നതിന് മുമ്പ് ജനിച്ച എല്ലാ കൊച്ചുങ്ങൾക്കും പേരിട്ടുകൊണ്ടിരുന്നത് എന്താ? സരിത, സ്വപ്ന ഒക്കെയാ. പക്ഷെ ഇപ്പം ആരെങ്കിലും ഇടുവോ? ഒരു പേരിന് വന്ന കളങ്കം കണ്ടോ? ഒരു പേര് നിമിത്തം വന്ന പ്രശ്നം കണ്ടോ? അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പേര് നമ്മൾ നഷ്ടപ്പെടുത്താതെ നോക്കണം. ജോനാഥാൻ അല്ലേ? ജോനാഥാൻ ഇനി ആർക്കെങ്കിലും പേരിടണമെങ്കിൽ ജോനാഥാൻ്റെ പേരെന്ത് ചെയ്യണം? കളങ്കപ്പെടാൻ നോക്കണം. അപ്പം എന്ത് ഉത്തരവാദിത്വം കൊണ്ട് നമുക്ക് കിട്ടിയ പേരിൽ പോലും ഒരു അല്ലലിയോ എന്ന് പറഞ്ഞ്. സ്വോത്രം, ഒരു അല്ലലിയോ എന്ന് പറഞ്ഞ്. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു കൊച്ചൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററിൻ്റെ പേരെന്നാ? ഞാൻ പറഞ്ഞു ബിജു എന്ന്. പാസ്റ്ററാണോ? ആക്ഷൻ ഹീറോ ബിജു. ഞാൻ വെച്ചാൽ അതെന്താടാ? അന്നേരം ഇറങ്ങിയ ഒരു സിനിമയുടെ പേരാ. അപ്പം പേരിനകത്ത് ഭയങ്കര കാര്യമാണ്. അപ്പം നമ്മുടെ പേരെന്ത് ചെയ്യരുത്? യൂദാസ് ഒറ്റിക്കൊടുത്ത അന്ന് മുതലേ ഒറ്റ വീട്ടിലും ആര് യൂദ എന്ന് പേരിട്ടിട്ടില്ല. ആമേൻ. യവനായ ഭാഷയാണ് യൂദാസ് എന്ന്. യവനായ ഭാഷയിലാണ് യൂദാസ് എന്ന് വിളിക്കുന്നത്. ഇംഗ്ലീഷിൽ ജൂഡ് അല്ലേ? ജൂഡ്. മലയാളത്തിൽ വന്നപ്പോൾ നമ്മൾ യൂദ എന്നൊക്കെ അങ്ങനെ പറയുമെങ്കിലും ആരും ഇടത്തില്ല പേര്. ആ പേരുണ്ടാക്കിയ ഒരേ പ്രശ്നമുണ്ട്. നമ്മൾ എവിടെന്നാ പോയെന്നറിയാമോ? ഒരുത്തൻ യേശുവിനെ വീട്ടിൽ കയറ്റിയപ്പോ ഈ സുവിശേഷത്തിൽ അവന്റെ പേര് വന്നെന്ന്. അവനെ നിർബന്ധിച്ചാൽ നിന്റെ പേര് മാറുമെന്നാ ഞാൻ ഈ പറഞ്ഞു വരുന്നേ. ഒരാമേൻ പറയുന്നേ. ഹല്ലേലൂയ. ആ ദൂതനോട് പ്രതികരിക്കാൻ കഴിയുന്ന ഏതെങ്കിലും കുഞ്ഞുങ്ങൾ യവനക്കാർ ഇന്ന് പകൽ ഇതിനകത്തുണ്ടെങ്കിൽ അവർ കരമടിച്ചൊന്ന് ദൈവത്തെ ആരാധിച്ചിട്ട് പറ, യേശുവിനെ നിർബന്ധിച്ചാൽ എൻ്റെ പേര് മാറും. യേശുവിനെ നിർബന്ധിച്ചാൽ എൻ്റെ പേരിന് വ്യത്യാസം വരും. ആമേൻ. അബ്രഹാമിന്റെ പേരെന്തായിരുന്നു? വീട്ടിൽ ക്ഷണിച്ചു, നിർബന്ധിച്ചു. കർത്താവ് വന്നിട്ട് പോയപ്പോൾ പുള്ളിക്ക് എന്ത് കിട്ടി? അബ്രഹാം. ആന്റിയുടെ പേരെന്തായിരുന്നു? അല്ല, ആദ്യം കണ്ടോ പേര് മാറിയില്ലേ?
പേരുമാറി. നിർബന്ധിച്ച പേരുമാറും. ഒരു ഹല്ലേലൂയ എന്ന് പറ. ആമേൻ. കർത്താവിന് നല്ലൊരു സ്തോത്രം പറ. ഈ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ച് 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 ഭയങ്കര മിടുക്കന്മാരായി അവർ ഏതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണലായിട്ടുള്ളൊരു കോഴ്സ് പാസ്സായാൽ അവരുടെ പേരിന് മുമ്പിൽ എന്ത് വരും? ആ ഡിഗ്രി വരും. ഡോക്ടറാണ് ഡോക്ടർ വരും, MD ആണ് MD വരും, MTH ആണ് MD, എന്താണെന്ന് വെച്ചാൽ അത് വരും. പക്ഷെ കർത്താവിൽ ഒരുവൻ പ്രസിദ്ധനായി കഴിഞ്ഞാൽ ആമേൻ, ഇവിടുത്തെ പേരല്ല വീഴുന്നത്, സ്വർഗത്തിലെ പേരാണ് നിന്റെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് ഒരു ദൂത് ആരോടൊക്കെ പറയുന്നു, പറ്റുമെങ്കിൽ ഇന്നത്തെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് പറഞ്ഞേക്കണം, കർത്താവേ എന്നെ ജീവിതത്തിലേക്ക് അങ്ങയെ ഞാൻ നിർബന്ധിക്കുന്നു, അങ്ങ് കടന്നു വരണോ. ഇതാ നോക്കിക്ക, മത്തായി 9:10 യേശുവിനെ അവൻ നിർബന്ധിച്ചു. മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. അവിടെ ആമേൻ, അനേകർ യേശുവിനെ കൊല്ലം ഭാവിച്ചപ്പോ ഒരുത്തൻ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഒന്ന് വായിച്ചേ 14 3-ാമത്തെ വാക്യമാ. 1-ാം വാക്യമാ ഞാൻ ആദ്യം പറഞ്ഞേ. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശിമോന്റെ വീട്ടിൽ പന്തിയിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസ തൈലവുമായി വന്ന് ഭരണി പൊട്ടിച്ച്. 3-ാം വാക്യം 14:3. അവൻ ബെഥാനിയയിൽ കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ പന്തിയിലിരിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വെൺകൽ ഭരണി വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് ഭരണി പൊട്ടിച്ചു അവന്റെ തലയിൽ ഒഴിച്ചു. ആമേ, മതി, സമയമില്ല. ആരാ യേശുവിനെ വിളിച്ചത്? കുഷ്ഠരോഗിയായ ശിമയോൻ യേശുവിനെ നിർബന്ധിച്ചു വീട്ടിൽ കൊണ്ടുപോയി. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. എൻ്റെ വീട്ടിലെ സ്തോത്രം, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. എൻ്റെ വീട്ടിലെ ഒരു അങ്കിളും ആൻറ്റിയും കൂടി വന്ന് താമസിച്ചു. അവർ ഒരു 4 ദിവസം താമസിച്ചു. എൻ്റെ മുറി ഞാൻ വിട്ടുകൊടുത്തു, ഞങ്ങളുടെ ബെഡ്റൂം അവർക്ക് വിട്ടുകൊടുത്തു. ഇവർ വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ഒരു 2 ആഴ്ച ഞാൻ ആ മുറി തുറന്നിടത്തില്ലായിരുന്നു. കാരണം ഭയങ്കര സ്മെല്ലായിരുന്നു. ഇവർ എല്ലാ ദിവസവും രാവിലെ പോകാൻ നേരത്ത് ഇവർ കൊണ്ടുവന്ന പെട്ടി തുറന്ന് ഭയങ്കര വിലപിടിപ്പുള്ള ഈ സ്പ്രേ എടുത്തിട്ട് ആ ബെഡ്റൂമിൽ നിന്ന് എന്ത് ചെയ്യും? അടിക്കും. ഒരു 3-4 ദിവസം അവരവിടെ താമസിച്ചു. പോയി കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും ആ മുറിക്കകത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു. ഞാൻ മറ്റേ എയർ ഫ്രഷ് മേടിക്കണമെങ്കിൽ 100 രൂപയുടെ എയർ ഫ്രഷ് അടിച്ചാൽ 10 മിനിറ്റ് നിൽക്കത്തില്ല. അങ്ങനത്തെ 100 ഒരാഴ്ച ഒരു എണ്ണം വെച്ച് അടിച്ചാൽ ഒരു 7 ദിവസം 700 രൂപ അടിച്ചാലും ആ സ്മെല്ല് നിൽക്കത്തില്ല. ഈ അമ്മാമ്മയും ആൻറ്റിയും കൂടി വന്ന് അടിച്ചിട്ടും പോയ സാധനം 2 ആഴ്ച അങ്ങ് സ്മെല്ല് നിന്നു. യേശുവിനെ വീട്ടിലോട്ട് ക്ഷണിച്ചപ്പോഴേ ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. സ്വച്ഛ ജഡമാംസി തൈലം, ഇത് എന്താണെന്ന് ആദ്യമൊന്നും എനിക്കൊരു പിടുത്തം കിട്ടിയില്ല. ഞാനെടുത്ത് ഈ എന്തെങ്കിലുമൊക്കെ സാധനമായിരിക്കും, ചുമ്മാ അത്തറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമായിരിക്കും, ഈ മുല്ലപ്പൂക്കെ ഇട്ട് കാച്ചി എന്തെങ്കിലും ആയിരിക്കും എന്നാണ് എഴുതിയത്. അങ്ങനെ കുറേ ദിവസം ഇത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്വച്ഛ ജഡമാംസി തൈലം എന്താണെന്ന് അറിയണമല്ലോ. ഇതിനു വേണ്ടി ഒരാളെ കൊണ്ട് ഞാൻ പറഞ്ഞു ഒന്ന് അടിച്ചു നോക്കാൻ പറഞ്ഞു. അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ആ പുള്ളി അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഭാഷതേ ഇത്രയും പോകുന്നൊരു കുപ്പിക്കില്ലേ, ഇത്രയും പോകുന്നൊരു കുപ്പിക്ക് ഇന്നത്തെ വില അനുസരിച്ച് ലക്ഷങ്ങൾ വരും. ഒന്ന് ചെറിയ നമ്മൾ മേടിക്കുന്ന അത്തറിൻ്റെ കുപ്പിയില്ലേ, അങ്ങനത്തെ ഒരു കുപ്പിക്കകത്ത് ലക്ഷങ്ങൾ വില വരും. കോടിക്കണക്ക് രൂപ വില വരുന്ന സംഭവം കൊണ്ടുവന്ന് യേശുവിൻ്റെ തലയിൽ ഇവള് പൊട്ടിച്ചൊഴിച്ചേ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ഇനി ഞാൻ എൻ്റെ ഭാവനെ കാണുകയാണ്. നിങ്ങൾ പാസ്റ്റർ ഇത്രയും കറക്കനാണോ എന്നൊന്നും ചിന്തിക്കരുത്. എന്തായാലും തലയിലോട്ട് പൊട്ടിച്ചൊഴിച്ചത് ഈ സാധനം അവിടെ ഒഴുകുന്നുണ്ടാവുമല്ലോ, അല്ലേ? എല്ലാവരും വീട്ടിൽ നിന്ന് പോയപ്പോൾ കുറച്ചെങ്കിലും കോരിയെടുത്ത് ഈ പുള്ളിക്കാരുടെ പിള്ളേരും എടുത്ത് പെട്ടിക്കകത്ത് അല്ലെങ്കിൽ കുപ്പിക്കകത്ത് വെച്ചിരുന്നെങ്കിലും ഇവരെത്ര ദിവസം അടിച്ചു കാണും? ഇനി ഈ സ്മെല്ല് മുഴുവൻ വീട്ടിൽ നിന്ന് പോകാൻ എത്ര മാസം എടുത്ത് കാണും? സിന്ധുവിന് മനസ്സിലായി ഞാൻ പറയുന്നത്? അതാണ് സ്വച്ഛത വ്യവസായം. ഭയങ്കര സംഭവം ഇത്. നമ്മളിപ്പോ തന്നെ ഈ മേടിക്കുന്ന ഈ സാധനം അവിടെ ഇവിടെ തൂത്തിട്ടും അവിടെ നിന്ന് വണ്ടി അടിച്ച് ഇവിടെ വരുമ്പോൾ ഈ സാധനം പോയി. രസമല്ലേ? യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചപ്പോ വീട് മുഴുവൻ എന്തായി? സുഗന്ധമായി. ഒന്ന് നിർബന്ധിച്ച് നോക്ക്, സുഗന്ധം വരും. ആമേൻ. ഭർത്താവിൻ്റെ ആ സിഗരറ്റിൻ്റെ ദുർഗന്ധവും
ആമേൻ. ഞായറാഴ്ച പൊട്ടിക്കുന്ന കുപ്പിയുടെ ദുർഗന്ധമൊക്കെ വീട്ടിൽ നിന്ന് മാറണമെങ്കിൽ ആ സുഗന്ധം പരത്തുന്ന കർത്താവിനെ ഹല്ലേലൂയ ഒന്ന് വീട്ടിലേക്കൊന്ന് ക്ഷണിക്ക്. അവൻ കയറി വന്നാൽ, അവനെ നിർബന്ധിച്ചാൽ, അവന് പാർക്കാൻ ഒരവസരം കൊടുത്താൽ, അവന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ വീട് തുറന്നു കൊടുത്താൽ, അവൻ ദുർഗന്ധമല്ല, പകരം സുഗന്ധം. ആമേൻ. യേശുവിനെ കുറിച്ച് ആമേൻ ഭക്തന്മാർ പാടിയൊരു പാട്ടുണ്ട്, അറിയാമോ? പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പകർന്ന തൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ. പാടി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. പാടി ദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിയിടണേ. വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരു യാത്രയിൽ നന്ദിയോടെ ഞാൻ ഒരുവൻ യേശുവിനെ വീട്ടിൽ ക്ഷണിച്ചപ്പോൾ ചുങ്കക്കാരൻ മത്തായി പേര് വലുതായി. കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ യേശുവിനെ നിർബന്ധിച്ച് അവൻ സൽക്കരിച്ചപ്പോൾ അവന്റെ വീട് മുഴുവൻ സുഗന്ധം കൊണ്ട് നിറഞ്ഞു. ലൂക്കോസ് 7:36 ഒരു പരീശൻ തന്റെ വീട്ടിൽ യേശുവിനെ ക്ഷണിച്ചു. ആമേൻ. പരീശൻ യേശുവിനെ ക്ഷണിച്ചപ്പോൾ തന്റെയും ജീവിതത്തിൽ വലിയ വിടുതലുകൾ വ്യാപരിച്ചു. അടുത്ത ഭാഗ്യം വായിച്ചേ. നോക്കിക്കേ, അവിടെ അവൻ ആഹാരം കഴിച്ചു. അവിടെ അസാധാരണമായ വിടുതലുകൾ നടക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ നടന്ന അത്ഭുത വിടുതലിന് കാരണം ഈ വാക്യമാ. വായിച്ചേ. പിന്നെ അവർ യാത്ര പോകയിൽ ആമേൻ മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ എന്ത് ചെയ്തു? കൈക്കൊണ്ടു. നിങ്ങൾക്കറിയണോ, നമ്മൾ ഇടക്കിടക്ക് പ്രസംഗിക്കില്ലേ 4 ദിവസം നാറ്റം വെച്ച ലാസനെ ഉയർപ്പിച്ച ചരിത്രമില്ലേ? ആ ചരിത്രം ഉടലെടുത്തത് ഈ വാക്യത്തിൽ നിന്നാ. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടി കുറിച്ചു വെച്ചോ. യോഹന്നാൻ 11-ാം അധ്യായത്തിൽ മരിച്ച നാട്ടം വെച്ച ലാസറിന്റെ ഉയർപ്പില്ലേ, ആ ഉയർപ്പിന് കാരണം എന്നാന്നറിയാമോ? ഈ ആമേൻ 10-38-ാമത്തെ വാക്യത്തിൽ ആമേൻ മാർത്ത എന്ന് പേരുള്ള ഒരു സ്ത്രീ യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു. ആ ഒരൊറ്റ കൈക്കൊള്ളലാണ് മരണത്തെ മാറ്റി ജീവനിലേക്ക് കൊണ്ടുവന്നത്. നാട്ടം വെച്ച വിഷയ പുറത്തു വരാൻ കാര്യ ആ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചതാണ്. ദൈവ പൈതലേ, എത്ര നാറ്റം വെച്ച വിഷയമാണേലോ, എത്ര അസാധ്യമായ വിഷയമാണേലോ, എത്ര മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിഷയമാണേലോ, നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് പകൽ യേശുവിനെ വന്ന് ക്ഷണിക്ക. ആമേൻ. ഞാൻ ഇങ്ങനെ പറയാം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട്, അവരോടുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, നിന്റെ സഹോദരന് വരുംകാലത്തൊരു വിടുതൽ ഉണ്ടാകാൻ ഇന്ന് നീ യേശുവിനെ നിന്റെ വീട്ടിലേക്ക് ക്ഷണിക്കണം. അവൻ കുറച്ചുകൂടി ആഴമായി പറഞ്ഞാൽ, ഭാവിയിൽ വരാൻ പോകുന്ന വലിയ ഒരു പ്രതിസന്ധിയുടെ നടുവിൽ നിന്റെ കുടുംബത്തിനകത്ത് പൊങ്ങി വരാൻ പോകുന്ന ഒരു വലിയ കണ്ണുനീരിന്റെ നടുവിൽ നിന്ന് ദൈവത്തിന് നിന്നെ വിടുവിക്കാൻ കഴിയണമെങ്കിൽ ഇന്ന് നീ യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിക്കണം. അന്നല്ല നീ ക്ഷണിക്കേണ്ടത്, ഇന്നാണ് ക്ഷണിക്കേണ്ടത്. ഹല്ലേലൂയ. ആ ഭാഗം ഒന്ന് വിവരിക്കണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മുമ്പിൽ 10-15 മിനിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, വിവരിക്കുന്നില്ല. ആ ഭാഗം വിടാൻ മോനെ. ലൂക്കോസ് 14-ാം അധ്യായം 1-ാമത്തെ വാക്യം. പരീശ പ്രമാണികളിൽ ഒരുത്തന്റെ വീട്ടിൽ, യേശുവിനെ ആരൊക്കെയാ വീട്ടിൽ വിളിച്ചെന്ന് നോക്കിക്കേ. പരീശൻ വിളിച്ചു, കുഷ്ഠരോഗി വിളിച്ചു, ആമേൻ മാർത്ത വിളിച്ചു,
ലേവി വിളിച്ചു, എല്ലാവരും വീട്ടിൽ വിളിച്ചു. ഓ, ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഇവിടെ പരീക്ഷ പ്രമാണികൾ ഒരുത്തൻ വീട്ടിൽ വിളിച്ചു. രണ്ടാമത്തെ വാക്യം മാഷേ, അവനാ വിളിച്ചത്. പക്ഷെ വിടുതൽ കിട്ടിയത് ആർക്കാ? മതി. രണ്ടാം വാക്യം ഒന്നുകൂടി. മഹോദരമുള്ള ഒരു മനുഷ്യൻ, അതാണ് ക്യാൻസർ. വീട്ടിൽ വിളിച്ചപ്പോ പരീക്ഷനാ വിളിച്ച്, പക്ഷെ ക്യാൻസർ പിടിച്ച ഒരുത്തൻ മുന്നിലുണ്ടായിരുന്നു. വിളിച്ചവൻ വേറൊരുത്തനാ, സൗഖ്യം വേറൊരുത്തനാ. ദൂത് മനസ്സിലായെങ്കിൽ സ്വതന്ത്രം പറ. ഒരൊറ്റ ദൂതുടി പറയാം, നീ വീട്ടിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ വീട്ടിൽ വരുന്നവർക്കും വിടുതലാ. യേശുവിനെ നിന്റെ വീട്ടിലേക്ക് ഇന്ന് പകലൊന്ന് സ്വാഗതം ചെയ്താൽ, യേശുവിനെ ഒന്ന് നിർബന്ധിച്ചാൽ, യേശുവിനെ ഒരു വിരുന്ന് കഴിച്ചാൽ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. യേശുവിനെ വീട്ടിലേക്ക് ക്ഷണിച്ചാൽ നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ വീട്ടിൽ വരുന്നവർക്കും വിടുതലാണ്. 19-ാം അധ്യായം 7-ാമത്തെ വാക്യം, യേശുവിനെ കാണാൻ സക്കായി മരത്തിൽ കയറി. യേശു പറഞ്ഞു, നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് എല്ലാവരും യേശുവിനെ വീട്ടിലേക്ക് നിർബന്ധിച്ചു, ക്ഷണിച്ചു. പക്ഷേ ഒരു സ്ഥലത്ത് മാത്രം യേശു ക്ഷണിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലേക്ക് വരികയാന്ന്. ഞാൻ ഇന്ന് രാവിലെ ഈ വചനം ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഇവിടെ ഒരു അലങ്കാരത്തിൻ്റെ ഒരു വ്യത്യാസം തോന്നുന്നുണ്ടല്ലേ? ഇത്ര നേരം ഞാൻ ഈ എഴുതി വന്നപ്പോൾ യേശുവിനെ ക്ഷണിച്ചു, യേശുവിനെ നിർബന്ധിച്ചു എന്നായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ യേശു അങ്ങോട്ട് കയറി പറഞ്ഞു, ഞാൻ വീട്ടിലേക്ക് വരികയാന്ന്. അല്ലേ? ഇതൊരു അത്ഭുതമല്ലേ? എന്നാന്നറിയോ, ഈ മനുഷ്യന്റെ പരവേശവും, ഈ മനുഷ്യന്റെ ഒരു ആവേശവും, ഈ മനുഷ്യന്റെ ഒരു തിടുക്കവും ഒക്കെ കണ്ടപ്പോൾ യേശു പറഞ്ഞു, നീ വിളിക്കുന്ന വേണ്ട, ഞാൻ വരികയാ. ഹല്ലേലൂയ. ദൂത മനസ്സിലായോ? ഞാനൊരു കാര്യം പറയാം. ദൈവത്തെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോഴേ, ഇത് റിയൽ ആയിട്ടുള്ള ഫാക്റ്റാണ് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിക്കണേ. യേശുവിനെ ആരാധിക്കാൻ വന്നിരിക്കുമ്പോൾ യേശുവിന് തോന്നിയാണ് ഇവൻ എന്നെ കൊണ്ടുപോകാൻ, എന്നെ സ്വീകരിക്കാൻ ഇവൻ്റെ അകത്തൊരു തിടുക്കമുണ്ടെന്ന് കണ്ട, നീ വിളിക്കുകയൊന്നും വേണ്ട, നീ പോരുമ്പോൾ യേശു കൂടെ വരും, നീ പോകുമ്പോൾ യേശു കൂടെ വരും, നിന്റെ കൂടെ യേശു ഉണ്ടായിരിക്കും, നിന്റെ വാഹനത്തിനകത്ത്, നിന്റെ കുടുംബത്തിന്റെ കൂടെ യേശു വന്നിരിക്കും. നിന്റെ തിടുക്കം കാണുമ്പോൾ, നിന്റെ ആവേശം കാണുമ്പോൾ, നിന്റെ അകത്തുള്ള യേശുവിനെ കാണാൻ, യേശുവിനെ സ്വീകരിക്കാൻ, യേശുവിനെ ഒരു നോക്ക് കാണാൻ, നിന്റെ അകത്തുള്ള തിടുക്കം കാണുമ്പോ യേശു പറയും, ഞാൻ വരുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ചിലരുടെയൊക്കെ ഇരിപ്പ് കാണുമ്പോൾ തന്നെ യേശു പറയും, ഫിഷ്മോള് തന്നാലും ഞാൻ അങ്ങോട്ട്, ഫിഷ്മോളി അല്ല മട്ടൻ ചിക്കൻ തന്നെന്ന് പറഞ്ഞാൽ എന്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ആ വീട്ടിലേക്കില്ല. കാരണം വന്നപ്പോൾ തൊട്ട് ഈ ഉള്ളം കൈയിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുക. ആമേൻ, സ്തോത്രം. നല്ലൊരു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഈ പിള്ളേരെയൊക്കെ മ്യൂസിക്കിൽ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ നമ്മുടെ പിള്ളേരെയൊക്കെ ഈ മ്യൂസിക്കിൽ പഠിപ്പിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതിങ്ങ് മ്യൂസിക്കിൽ പഠിച്ചൊരു പോരാട്ടം കൂടി കയറുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്നാണെന്നറിയാമോ? ഈ മ്യൂസിക്കിൽ ഉപയോഗിക്കാത്ത സമയത്തും എല്ലാവരും കൈയടിച്ച് ആരാധിക്കുമ്പോഴും അവർ റിതം ഇട്ടുകൊണ്ടിരിക്കും. നോക്കിക്കോ, ഈ മ്യൂസിക്കിൽ ഉപയോഗിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളും നോക്കിക്കോ. നമ്മൾ ഇതൊന്നും ഇല്ലാതെ കൈയടിച്ച് ആരാധിക്കുമ്പോഴും അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അറിയാമോ? നമ്മൾ കൈയടിക്കുമ്പോൾ അവർ ആ റിതത്തിനനുസരിച്ച് ടിങ് 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 ടിങ്. വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഇതൊരു പോരാട്ടമാണ്, ചെറിയ പോരാട്ടമൊന്നുമല്ല, ഇതൊരു വലിയ പോരാട്ടമാണ്. ആമേൻ, സ്തോത്രം. നിങ്ങൾ നോക്കിക്കോ, മ്യൂസിക്കൽ ഉപകരണങ്ങൾ വായിച്ച് ആമേൻ വർഷിപ്പിന് കയറിയിട്ടുള്ള ഓരോറ്റെണ്ണം നല്ല പോലെ കൈയടിച്ച് ആരാധിക്കും. 2 കൈയടിക്കും, പിന്നെ അവർ റീതമിടും. വഴക്കില്ലെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അതും അല്ലെങ്കിൽ ആ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുകയാണ് അവർ മേശപ്പെട്ട് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലുമൊക്കെ ലോകത്തിന് കുഞ്ഞേ, നീ എത്ര മ്യൂസിക് പഠിക്കുന്നവനാണേലും തമ്പുരാനെ വേദോസ്തം പറയുന്നു കൈയടിച്ചാരാധിക്കണം.
നിന്റെ തിടുക്കം കാണുമ്പോ, നിന്റെ തിടുക്കം കാണുമ്പോ, നിന്റെ തിടുക്കവും നിന്റെ ആവേശവും കാണുമ്പോ ദൈവത്തിന് മനസ്സിലാകണം, നിന്റെ വീട്ടിലേക്ക് അവൻ വന്നിറങ്ങാൻ യേശുവിന് സന്തോഷമാണ്. ഒരു ഹല്ലേലൂയ പറ. ആമേൻ, ഹല്ലേലൂയ. എല്ലാത്തിനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പാസ്റ്റർമാരായ അങ്ങനെയാണ്, പാസ്റ്റർമാർ മൂത്ത് കഴിഞ്ഞാലും അങ്ങനെയാണ്. എല്ലാവരും ആരാധിക്കുമ്പോൾ ചിലർ ആരാധിക്കില്ല, അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നല്ല കൈയൊക്കെ പോക്കി ഇങ്ങനെ മറ്റേ കെയ്ത്താൻ്റെ ഫാൻ അടിക്കുന്ന പോലെ വിറപ്പിച്ചൊക്കെ ഇരിക്കും. ഇതൊരു ഭയങ്കര പോരാട്ടമാണ്. ഞാൻ പറയുന്നത്, ഞാൻ 28ാമത്തെ വർഷത്തിലാണ് പ്രസംഗിക്കുന്നത്. 28ാമത്തെ വർഷം പ്രസംഗിക്കുമ്പോഴും എനിക്ക് ആരാധിക്കാനും തുള്ളാനും ചാടാനുമാണ് ഇഷ്ടം. എന്നാന്നറിയാമോ? പ്രസംഗിച്ചല്ല ഇവിടം വരെ വന്നത്, ആരാധിച്ചാണ് ഇവിടം വരെ വന്നത്. മറക്കരുത് കുഞ്ഞേ, ദൈവത്തിന് നിന്റെ തിടുക്കമെന്ന് കാണട്ടെ. നിന്റെ ആരാധനയുള്ള തിടുക്കം, ദൈവത്തെ സേവിക്കുന്നയുള്ള തിടുക്കം, അത് കാണുമ്പോഴാണ് ദൈവത്തിന് നിന്റെ കൂടെ വരാൻ ഒരു മനസ്സുണ്ടാകുന്നത്. ഒരു ഹല്ലേലൂയ പറ. കർത്താവിന് നല്ലൊരു സ്തോത്രം ചെയ്യ്. ആമേൻ, ആമേൻ. നമ്മൾ എവിടെന്നാ പോയത്? അല്ല, അവസാനം പറഞ്ഞു തന്നെ സക്കായി നിർബന്ധിച്ചൊന്നുമില്ല. ഞാനിങ്ങനെ 8 മിനിറ്റ് കൂടിയുണ്ട്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സക്കായിയുടെ ഭാര്യ ചോദിച്ചു എവിടെ പോകുന്നു? അപ്പൊ സക്കായി എന്ത് പറഞ്ഞു കാണും? ആ നസനായനെ കുറിച്ച് ഭയങ്കര വിപ്ലവമൊക്കെ, ഈ പുള്ളി എങ്ങനെ ഉണ്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ ഭാര്യ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഹസ്ബൻഡ് എവിടെ പോയി? നിങ്ങളൊന്ന് ഭാവനെ കാണ്. യേശുവിനെ കാണാൻ പോയി. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു 10,000 ആള്, 12 ശിഷ്യന്മാര് മുമ്പിൽ സക്കായി. ഭാര്യ സിറ്റൗട്ടിൽ കൂടി നോക്കിയപ്പോൾ ഒരു ഭയങ്കര ജാഥ. അതിന് മുമ്പിൽ ആര് വരുന്നു? സക്കായിയുടെ ഭാര്യ എന്ത് വിചാരിച്ച് കാണും? ഈ മനുഷ്യനേതോ ഇടങ്ങേറിപ്പോയി, പഞ്ചായത്ത് മൊത്തം വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുക. ഒരല്ലേ ഒന്ന് ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണും. നേരെ വരിക സക്കായി മുമ്പിൽ, യേശു പുറകിൽ, ശിഷ്യന്മാർ 12 എണ്ണം, അതിൻ്റെ പുറകിൽ 5000-6000 പുരുഷാരം. ഒരു സ്തോത്രം പറ. യേശുവിനെ സ്വീകരിക്കുമ്പോഴേ പുറകിൽ കുറച്ച് ആളുകളൊക്കെ വന്നിരിക്കും. അതൊന്നും ബുദ്ധിമുട്ടായിട്ട് കാണരുത്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. യേശുവിന് കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു കുഴിമന്തിയൊക്കെ അവർക്കും കൊടുക്കേണ്ടി വരും. അതൊരു നഷ്ടക്കച്ചവടമായിട്ടൊന്നും കരുതിയേക്കരുത്. അതൊരു അനുഗ്രഹമാണ്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞ് മനസ്സിലായ? കൂട്ടത്തിൽ യേശുവിനെ ക്ഷണിക്കുമ്പോൾ കൂട്ടത്തിൽ ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. പണ്ടൊരാൾ പറഞ്ഞു, ബിജുപാഷനെ മീറ്റിങ്ങിന് വിളിക്കാത്ത എന്താണെന്നറിയോ? 3 ആളിനും കൂടെ ഉണ്ടാവും. 3 ആളിനും കൂടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞു അത് ശരിയാണ്. 3-4 പേര് എപ്പോഴും ഒന്നിനാണ്, ഏറ്റവും ചുരുങ്ങി 2 പേരെങ്കിലും കൂടെ ഉണ്ടാവും. ഇപ്പം അതുകൊണ്ട് എന്നെ മീറ്റിങ്ങിന് വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കും, നിങ്ങൾ എത്ര പേരുണ്ടാവും? ഞങ്ങൾ പറയും ഞങ്ങളൊരു 2-3 പേരുണ്ടാവും. അതങ്ങനെയാണ്. കർത്താവ് വരുന്നിടത്ത് ആരെങ്കിലുമൊക്കെ കാണും. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ആമേൻ, സ്തോത്രം. പിന്നെ എന്നെയും കുടുംബത്തെ ക്ഷണിച്ചാൽ ഞങ്ങൾ 4 പേരെ ഉണ്ടാകത്തുള്ളൂ. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ, അല്ലേ? കൂടുതലൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും കർത്താവ് ക്ഷണിക്കാതെ വന്നു. വിഷയം വിട്. യോഹന്നാൻ 2:2 വായിച്ച് അവസാനിപ്പിച്ചോ. യോഹന്നാൻ 2:2. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ഇടയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് മാത്രമല്ല, നമ്മുടെ വിശേഷ ദിവസങ്ങളിൽ പോലും യേശുവിന് എന്ത് ചെയ്യണം? ക്ഷണിക്കണം. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഒരു വലിയ നിരാശ മാറാൻ, ഒരു വലിയ നിന്റെ വീട്ടിൽ നിന്ന് തുടച്ചു മാറ്റാൻ യേശുവിനെ ക്ഷണിക്കുന്നത് നല്ലതാണ്. ഒരല്ലല്ലോ എന്ന് പറഞ്ഞേ. ഞാൻ ഒന്നുകൂടി ഉറക്കെ പറയട്ടെ. ഒരു നിരാശ മാറാൻ, ഒരു നിന്ന മാറാൻ, ഒരു കുറവ് മാറ്റാൻ യേശു നിന്റെ വീട്ടിൽ വന്നാൽ അത് അനുഗ്രഹമാണ് കുഞ്ഞേ. ഒരൊറ്റ ദൂത് പറഞ്ഞ് അവസാനിക്കട്ടെ. എല്ലാറ്റിനേൽക്കുപരിയായി നീ യേശുവിനെ നിർബന്ധിക്കണോ. അവൻ പോകാൻ ഭാവിക്കും വിടരുത്. അവനെ വിളിച്ചു കേട്ടണം. ആമേൻ. അവൻ മുന്നോട്ട് പോകാൻ യേശു മുന്നോട്ട് പോകാൻ ഭാവിച്ചു. അവരോ അവനെ ശ്രദ്ധിച്ചേ. ചില സമയത്ത് കർത്താവേ നമ്മുടെ മുമ്പിൽ നിന്ന് പോകാൻ
ചില സമയത്ത് പാവിക്കും. പക്ഷെ നിങ്ങൾ വിടരുത്. പോയാൽ ഇപ്പം ഇവിടുന്ന് മുന്നോട്ട് പോയാൽ സജിമാഷിന് കിട്ടും, അവിടുന്ന് മുന്നോട്ട് പോയാൽ അലന് കിട്ടും, അവിടുന്ന് മുന്നോട്ട് പോയാൽ ബിജുവിന് കിട്ടും. അപ്പം ഇങ്ങനെ നമ്മൾ കർത്താവിനെ എന്ത് ചെയ്യുന്നു? റിജക്റ്റ് ചെയ്യുന്നതനുസരിച്ച് അടുത്താക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ പറയുന്നത്, ഒരു കാരണം വെച്ചാലും അവനെ റിജക്റ്റ് ചെയ്യരുത്. അവനെ പിടിച്ചേക്കണം, നിർബന്ധിച്ചേക്കണം. ആമേൻ. മമ്മയുടെ തോപ്പിൽ പുള്ളി ഇരിക്കുക. ആര്? അബ്രഹാം ഇരിക്കുക. 3 ദൂതന്മാർ വന്ന് വീട്ടിലേക്ക് ക്ഷണിച്ചു. ക്ഷണിച്ചതുകൊണ്ട് എന്താ പറ്റിയെന്നറിയോ? സാറയെ വിളിച്ചിട്ടുണ്ട്, യഹോവയാ കഴിയാത്ത നാളുകളായി ഉണ്ടായ പ്രാർത്ഥന വിഷയത്തിന് മറുപടി കിട്ടിയത് അവൻ ദൈവത്തെ വീട്ടിൽ ക്ഷണിച്ചപ്പോളാണ്. അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്ത് സോദോമിൽ താമസിച്ചപ്പോ 19:1 വായിക്കണ്ട, ദൈവത്തെ വീട്ടിലോട്ട് ക്ഷണിച്ചു. ക്ഷണിച്ച എന്നാ പറ്റിയെന്നറിയോ? സോദോം മുഴുവൻ കത്തിച്ചാമ്പലായപ്പോൾ ആ കുടുംബത്തിന് മാത്രം ദൈവം രക്ഷയുടെ വാതിൽ തുറന്നു കൊടുത്തു. ദൈവത്തെ ക്ഷണിച്ചാൽ ഒരുപാട് നന്മയുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. നേരം വൈകി, സന്ധ്യ ആയി. അവർ യേശുവിനോട് പറഞ്ഞു, ഞങ്ങളെ ഇട്ടിട്ട് പോകരുത്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നെ അടയ്ക്കാം, ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒന്ന് പറയാം, യേശുവേ, അങ്ങന്റെ ഭവനത്തിലേക്ക് വരണം. നേരം വൈകിപ്പോയി, സൂര്യൻ അസ്തമിക്കാറായി, ഇരുട്ടെന്റെ ജീവിതത്തിൽ വീഴാൻ തുടങ്ങുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു. ഞങ്ങളുടെ മേലോ ദൈവം പ്രകാശിക്കുന്നു. കർത്താവ്, ഇരുട്ട് ഞങ്ങളുടെ ചുറ്റും വീഴുന്നു. മാരകമായ രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നു. ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, ഒന്നിന്റെ പുറകെ മറ്റൊന്നായി മാറി മാറി രോഗങ്ങൾ, വിഷയങ്ങൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നേരം വൈകി, നേരം വൈകി, സൂര്യൻ അസ്തമിക്കാറായി. ദൈവമേ, അങ്ങ് ഞങ്ങളെ വിട്ട് മുന്നോട്ട് പോവരുത്. അങ്ങ് ഞങ്ങളുടെ കൂടെ വരണമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ പാർക്കണമേ. എത്ര പേര് പ്രാർത്ഥിക്കും, എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം യേശുവിനെ വിളിച്ചിട്ട് പറ, ഞങ്ങളെ വിട്ട് പോവരുത്, ഞങ്ങളെ വിട്ട് മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കരുത്. എൻ്റെ കുടുംബത്തെ വിട്ട് ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കരുത്. എൻ്റെ തലമുറകളെ വിട്ട് ഒരു സ്റ്റെപ്പ് നീ മുന്നോട്ട് വെക്കരുത്. പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഒരു സെക്കൻഡ്, അല്പസമയം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. നിങ്ങളായിരിക്കുന്നിടത്ത് എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ വിഷയമാണോ? നിങ്ങളുടെ ജോലിയുടെ വിഷയമാണോ? നിങ്ങളുടെ സാമ്പത്തികത്തിന്റെ വിഷയമാണോ? ഇന്ന് പകൽ പറ, ഞങ്ങളെ വിട്ട് ഒരു സ്റ്റെപ്പ് നീ വിട്ടു പോവരുത്. ഞങ്ങളുടെ കൂടെ പാർക്കണം. ഞങ്ങളുടെ താഴ്ച മാറ്റാൻ, ഞങ്ങളുടെ നിന്ന മാറ്റാൻ, ഞങ്ങളുടെ മരണം മാറ്റാൻ, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ, ഞങ്ങളുടെ വിഷയങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ, ഞങ്ങൾ തകർന്നു പോകുമെന്ന് പറയുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ ബലഹീനരാകുന്നിടത്ത് ഞങ്ങളെ ബലപ്പെടുത്താൻ സർവശക്തനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ പാർക്കണമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. ഞങ്ങളങ്ങേ നിർബന്ധിക്കുന്നു. എത്ര പേര് പറയും, ഞങ്ങളങ്ങേ നിർബന്ധിക്കുന്നു, ഞങ്ങളങ്ങേ നിർബന്ധിക്കുന്നു. ഓ, എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്ക് മാത്രം, എന്നെ മുറ്റും താരും നീതാ. എന്റെ സ്നേഹം നിനക്ക് മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്ക് മാത്രം.
എന്നെ മുറ്റും തരുന്നിതാ പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ, പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്ത നാഥ, എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവറുകില്ല. എന്റെ എല്ലാം നിനക്കു മാത്രം, എന്നെ താരും എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവറുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും താരും ഇതാ, എന്നെ മുറ്റും താരുന്നിതാ. നിങ്ങൾ എവിടെയാണ് ഇന്നാണോ മീറ്റിംഗ് കൂടുന്നത്, അവിടെ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? രണ്ട് കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് യേശുവിനോട് പറ, യേശുവേ, എന്നെ വിട്ട് മുന്നോട്ട് പോവരുത്, എൻ്റെ കുടുംബത്തെ വിട്ട് അങ്ങ് മുന്നോട്ട് പോവരുത്, എൻ്റെ ഭാവിയെ വിട്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ട്, യേശുവേ, എൻ്റെ ആത്മീക ഭൗതിക വിഷയങ്ങളെ വിട്ട് നീ മുന്നോട്ട് പോവല്ലേ അപ്പാ, നീ മുന്നോട്ട് പോവല്ലേ അപ്പാ, നീ മുന്നോട്ട് പോവല്ലേ അപ്പാ. ഒന്ന് നിർബന്ധിച്ചേ, ഒന്ന് നിർബന്ധിച്ചേ. ഓ എൻ്റെ ഉള്ളത്തോട് പരിശുദ്ധാത്മ പറയുന്നു, ഇന്ന് നിങ്ങൾ അങ്ങനെ യേശുവിനോട് പറയുമ്പോൾ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മഹാത്ഭുതം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അല്ല, നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഈ ദിവസം നിങ്ങൾ ആ മഹാത്ഭുതം കാണും. ഓ നിങ്ങൾ എവിടെ ഭയപ്പെടുന്നുണ്ടോ, ഏത് വിഷയത്തിൽ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ, ആ ഭയപ്പെടുന്ന വിഷയത്തിൽ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ആ വിഷയത്തിൽ ഒരു മറുപടിയാണ്. യേശുവിനോട് പറ, യേശുവേ, എന്നെ വിട്ട് പോവരുത്, ഞങ്ങൾ നിന്നെ നിർബന്ധിക്കുന്നു, ഞങ്ങളുടെ കൂടെ വസിക്കണം, ഞങ്ങളുടെ കൂടെ പാർക്കണം, ഞങ്ങളുടെ കൂടെ വസിക്കണം. ഞങ്ങൾ നടക്കുമ്പോൾ, ഞങ്ങൾ ഇരിക്കുമ്പോൾ, ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ അങ്ങ് വസിക്കണം. സ്വർഗീയ പിതാവേ, നിറഞ്ഞ മനസ്സോടെ ഞങ്ങൾ അങ്ങയെ നിർബന്ധിക്കുന്നു, ഞങ്ങളുടെ ഭവനത്തിൽ അങ്ങ് വന്ന് വസിക്കണം. ഇന്നു മുതൽ അങ്ങ് ഞങ്ങളെ വിട്ട് മാറരുത്, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ വിട്ട് പോകരുത്. നേരം വൈകി, സൂര്യൻ അസ്തമിക്കാറായി, ഇരുട്ട് ഞങ്ങളെ മൂടുന്ന സമയമായി, പ്രശ്നങ്ങൾ ഞങ്ങളുടെ തലക്ക് മീതെ കുമിഞ്ഞുകൂടുന്നു. ഞങ്ങളെ വിട്ടു പോവല്ലേ, ഞങ്ങളുടെ ഭവനത്തെ വിട്ടു പോവല്ലേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് പോവല്ലേ,
ഞങ്ങൾ കേൾക്കുന്നതൊന്നും നല്ലതല്ല, ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതൊന്നും നല്ലതല്ല. അപ്പാ, ഞങ്ങളെ വിട്ടു പോവല്ലേ യേശുവേ. അതിനായി നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കും. ആരെല്ലാം എവിടെ ഇരുന്ന് എല്ലാം പ്രാർത്ഥിക്കുന്നോ അവിടെ ഭവനത്തിലേക്കെല്ലാം അങ്ങിറങ്ങിച്ചെന്ന് വാസം ചെയ്യണം. മുഴുമഹത്വം അങ്ങേക്ക്. ക്രിസ്തുയേശുവിൻ